ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ ഇടവകീതനാണ് കേട്ടോ, ബ്രഹ്മകുളം പള്ളിയിൽ. അപ്പോൾ ഞാനൊരു 6:45-7 കൂടിയിട്ട് ഞാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലേക്ക് വരാണ്ടിരുന്നത് നമുക്ക് പ്രസംഗവും കാര്യങ്ങളൊക്കെ ആണല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 6:45-7 കൂടിയിട്ട് എത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരോടും ആ ഒരു ടൈമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ദേ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വന്ന വഴിക്ക് തന്നെ ഒരു ജ്യൂസും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാനത് കുടിക്കുന്നൊന്നുമില്ല, ഞാനതവിടെ വയ്ക്കുക ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ നമ്മുടെ പരിപാടി ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പരിപാടി ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ അവിടെ നിന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാർഗ്ഗംകളി കളിക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 യൂണിറ്റ് ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ മേക്കപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതിനൊക്കെ വേണ്ടി പോകാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ടോപ്പും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഏകദേശം മേക്കപ്പും പിന്നെ മുടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മാർഗ്ഗംകളിക്ക് പൊട്ട് തൊടുന്നില്ല, അങ്ങനെ പൊട്ട് തൊടാറില്ല കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് നമ്മളിതേ താഴേക്ക് പോവുകയാണ്. നമ്മുടെ മാർഗ്ഗംകളി വരുന്നത് ഏറ്റവും ലാസ്റ്റ് നിന്ന് ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഏകദേശം അത്യാവശ്യം ആൾക്കാരുണ്ടാവുമല്ലോ ആ ഒരു ടൈമിൽ, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ മാർഗ്ഗംകളി കളിക്കുന്നതിൽ തന്നെ കുറച്ച് പേര് തിരുവാതിരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെയും ടൈം നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അവർക്ക് വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒരു ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആവാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ, കോസ്റ്റ്യൂം ആയാലും ഹെയർ ആയാലും പെട്ടെന്ന് റെഡി ആവില്ല. അങ്ങനെ നമ്മുടെ എല്ലാം സെറ്റായിട്ട് നമ്മളിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 പേരാണ് ഉണ്ടായിരുന്നത്, 3 യൂണിറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മാർഗ്ഗംകളിയുടെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ.